അല്ല നമ്മളും എനിക്ക് താല്പര്യമില്ല. നമ്മളും ആലോചിക്കലുണ്ട് ഈ കുട്ടി മൂത്രമൊക്കെ ഒഴിച്ചാൽ അശുദ്ധി ആവില്ല, നമ്മൾ ചിന്തിക്കലുണ്ട്. ചോദിച്ചു അതാ നിങ്ങൾ പറഞ്ഞ നല്ല ചോദ്യമാണ്, അല്ലാതെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഈ തിരുവപ്പന വലിയ മുത്തപ്പൻ വീട്ടിൽ കഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ വാസ്തവം സത്യം എന്നാന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങളത് ആ കമൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് പറയാം. നമ്മൾ പിന്നെ മുന്നേ ഒന്നും കണ്ടുവരാതെ കുറേ കാര്യങ്ങളിപ്പോൾ പിന്നെ തെയ്യങ്ങളെ കെട്ടിയാടുന്ന ഇതിൽ കാണുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളെ എടുക്കുക, അതുപോലെ പിന്നെ തെയ്യം വെള്ളം വലിച്ചിട്ട് അങ്ങനെ പല പല കാര്യങ്ങൾ. ഇതൊന്നും മുന്നേ നമ്മൾ പണ്ട് ചെറുപ്പം കാലത്തൊന്നും കാണുന്ന സമയത്തൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്നും പറയുന്ന പോലെ തന്നെ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമായിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് ലോകപ്രശസ്തമായ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ആരെ കാണാനോ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശസ്തമായ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ കെട്ടാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു പെരുവണ്ണാനെ കാണാനാണ് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഉള്ളത്. അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, വാ. നമസ്കാരം. നമസ്കാരം. എന്താണ് അങ്ങയുടെ പേര്? ഇരുന്നിട്ട് സംസാരിക്കാം അല്ലേ?
ഞാൻ ബാലകൃഷ്ണൻ എന്ന പേര്. ബാലകൃഷ്ണൻ പെരുവണ്ണ എന്നുള്ള പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. കാരണം ഈ വലിയ മുത്തപ്പൻ തിരുവപ്പനെ കെട്ടിയാടണമെങ്കിൽ പട്ടും വളയും വാങ്ങി ആചാരപ്പേര് ലഭിക്കണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ബാലകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഞാൻ പിന്നീട് പട്ടും വളയും ആചാരവും വാങ്ങിച്ചതിന് ശേഷം ബാലകൃഷ്ണൻ പെരുവണ്ണാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ പട്ടും വളയും വാങ്ങിച്ചു പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് പട്ടും വളയും ഫസ്റ്റ് കിട്ടിയത്? അത് നമ്മുടെ പറശ്ശി മടപ്പുരയിൽ ആദ്യം വെള്ളാട്ടം കെട്ടിയാടണം. വെള്ളാട്ടം കെട്ടിയാടി 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വലിയ മുത്തപ്പൻ കെട്ടാൻ ആ സ്റ്റേജിൽ ഇദ്ദേഹം എത്തിയെന്നില്ല കാഴ്ചപ്പാട് ക്ഷേത്ര ഭാരവാഹികൾക്ക് തോന്നണം. അപ്പോൾ തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ നല്ല ഒരു കോലധാരിയായി അല്ലെ അടിയന്തരക്കാരനായിട്ട് മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോടലൂർ തമ്പുരാനിൽ നിന്ന് പട്ടും വടയും സ്വീകരിച്ച് ബാലകൃഷ്ണൻ പെരുവണ്ണാനിലെ ആചാരം പെടുത്തണം. അപ്പോൾ ക്ഷേത്രക്കാർ വട ഒക്കെ തീർത്ത് തമ്പുരാൻ്റെ കയ്യിൽ കൊടുത്ത് തമ്പുരാനിൽ നിന്നാണ് ഇത് സ്വീകരിക്കേണ്ടത്. അപ്പം അങ്ങനെ നാട്ടുകാരും ക്ഷേത്രക്കാരും നമ്മളെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ആ ഒരു ചടങ്ങ് നടത്തി വീട്ടിൽ വന്നിട്ട് അവർക്കെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ആചരിക്കുന്നത്. ഇപ്പോൾ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ കെട്ടാൻ എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാൻ സാധ്യതയില്ല. അങ്ങ് എത്രാം വയസ്സ് മുതലാണ് ഈ തെയ്യം കെട്ടാൻ? ഞാനിപ്പോൾ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ്റെ ഈ കെട്ടിയാട്ടമായിട്ട് ബന്ധപ്പെട്ടിട്ട് 50 വർഷമായി. 50 വർഷമായി പൂർത്തീകരിച്ചു. സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ ഈ രംഗത്ത് അച്ഛൻ്റെ ഒന്നിച്ച് ഇത് കാണാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് അവസരം ഉണ്ടാവുകയും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇപ്പം ഈ രംഗത്ത് ഇതുവരെ എത്തിയത്. അപ്പോൾ എത്രാം വയസ്സ് മുതലാണ് ശരിക്കും തുടങ്ങിയത് ഈ തെയ്യം കെട്ടൽ എന്ന രംഗത്തേക്ക് വരുന്നത്? ഒരു 14-15 വയസ്സിൽ. 15 വയസ്സിൽ മുത്തപ്പൻ കെട്ടി. അല്ലാതെ നിങ്ങളുടെ സമുദായത്തിൽ ഈ ആടിവേടം കെട്ടിയിട്ടാണല്ലോ തെയ്യം കെട്ടാൻ ആരംഭിക്കും? ആടിവേടം കെട്ടണമെന്നില്ല നിർബന്ധം നമ്മുടെ സമുദായത്തിൽ അതൊന്നുമില്ല. പക്ഷെ അധികം മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ പെരുവണ്ണ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അവരവരുടെ നാട്ടിൽ ആടിവേടം കെട്ടേണ്ട സമ്പ്രദായമുണ്ട്. പക്ഷെ അത് ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളെ കൊണ്ടാണ് അത് ചെയ്യിപ്പിക്കുക. ഒരു തുടക്കം വന്ന നിലക്ക് ആടിവാടിൽ നിന്നാണ് അധിക പെരുവണ്ണാമാരും ഇത് തുടങ്ങുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല, അങ്ങനെ ആവാനും തെറ്റില്ല. ഇപ്പം നമ്മുടെ നാട്ടിലും ആ സമ്പ്രദായമുണ്ട്. പക്ഷേ ഞാൻ വേടം കെട്ടിയിട്ടില്ല. ഇല്ല, ഞാൻ ആദ്യം തലപ്പാല് വെച്ചത് മുത്തപ്പൻ്റെ വെള്ളാട്ടത്തിലൂടെയാണ്. അതാണ് എൻ്റെ 15 വയസ്സിലല്ലേ? അത് ഞാൻ SLC കഴിഞ്ഞ് SLC അതിന് മുമ്പേ ഈ രംഗത്ത് മുഖത്തെഴുതാനും വെച്ച് കെട്ടാനും മേക്കെഴുതാനും തോറ്റം ചെല്ലാനും ഒക്കെ ഞാൻ അച്ഛൻ്റെ കൂടെ ചെയ്യാറുണ്ട്. അങ്ങനെ SLC പാസ്സായ പാട് ഞാൻ വെള്ളാട്ടം കെട്ടി. അത് കഴിഞ്ഞ് ഫസ്റ്റ് BA പഠിക്കുമ്പോഴാണ് ഞാൻ തിരുവപ്പന കെട്ടിയത്. പിന്നെ പറശ്ശി മടപ്പുരയായിട്ട് ബന്ധപ്പെട്ടിട്ട് ധർമ്മദൈവം ഈ വെള്ളർത്ത് ഭഗവതി ഉള്ളിൽ തന്നെ ഈ വയനാട്ടുകുലവൻ ഇങ്ങനെയുള്ള പറശ്ശി മടപ്പുര ഇങ്ങനെയുള്ള തെയ്യങ്ങൾ പറശ്ശി മടപ്പുരൻ്റെ കൂട്ടക്ലേടത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കെട്ടിയാടാറുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് പറയുന്നു. അങ്ങനെ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? BA സർവ്വ ശാസ്ത്രീയ കോളേജിൽ നിന്നാണ് ഞാൻ BA ഡിഗ്രി പൂർത്തിയാക്കിയത്. വേറെ ജോലിക്കൊന്നും പോയിട്ടില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തും നമ്മുടെ പാരമ്പര്യമായിട്ടില്ലേ ഒരു സംഗതി ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞു നിനക്കിത് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റു മേഖലയിലേക്ക് എൻ്റെ ആ ലൈനിൽ പോയിട്ടില്ല. അപ്പോൾ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും മാത്രമേ പറശ്ശിനിക്കടവിൽ മുത്തപ്പൻ കെട്ടിയാടാൻ? പറശ്ശി മടപ്പുരയിൽ മുത്തപ്പൻ കെട്ടിയാടാനുള്ള ആഘോഷം കുണ്ടത്തി തറവാട്ടപ്പെട്ട മക്കളിലും മരുമക്കളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എനിക്ക് ലഭിച്ചത് മക്കൾ തായ് വഴി വരികയാണ്. എൻ്റെ അച്ചാച്ചൻ അങ്ങനെ അച്ചാച്ചൻ തളിയിൽ പെരുവണ്ണാനുള്ള പേരിൽ വളരെ പ്രസിദ്ധനായി അറിയപ്പെടുന്ന തളിയിൽ പെരുവണ്ണാൻ, അച്ഛൻ്റെ പേര് കണ്ണപ്പെരുവണ്ണാൻ. ഇവരെല്ലാം പ്രഗത്ഭന്മാരായിട്ടുള്ള കോലധാരികളാണ്. പറശ്ശി മടപ്പുര അവരാണ് അതിൻ്റെ ഈ കോലത്തിൽ ഏറ്റവും മികവ് കാണിച്ച പെരുവണ്ണ ആൾ. പക്ഷേ ഈ പറശ്ശി മടപ്പുരയിൽ മുത്തപ്പൻ കെട്ടിയാടാനുള്ള അവകാശം ഞങ്ങളെ കുടുംബത്തിൽ സിദ്ധിച്ചത് അതൊരു ഒരു കഥയുടെ ഭാഗമായിട്ടാണ്. പറശ്ശി മടപ്പുരയിൽ എങ്ങനെ മുത്തപ്പൻ വന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുത്തപ്പൻ കെട്ടിയാടുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടിയത്. പറശ്ശി മടപ്പുരയിൽ മുത്തപ്പൻ വന്നത്, മുത്തപ്പനെ കണ്ടതും
മുത്തപ്പൻ ആദ്യം കർമ്മം ചെയ്ത് കുണ്ടത്ത് നമ്മളെ തളിയിപ്പിലുണ്ടാനായിട്ടിലെ ആളും ഈ കുന്നുമ്മൻ തറവാട്ടപ്പെട്ട കാരണവും ഇവർ രണ്ടുപേരും കൂടിയാണ് മുത്തപ്പന് ഈ കർമ്മങ്ങൾ നിർവഹിച്ചത് പൈങ്കിട്ടൊക്കെ. അപ്പോൾ ദൈവത്തിന് ഞങ്ങൾ ദർശിക്കുകയും കാണുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ പറശ്ശിമടപ്പിൽ മുത്തപ്പൻ കെട്ടിയാടുള്ള അവകാശം ലഭിച്ചത്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട മറ്റ് പെരുവണ്ണാന്മാർക്കോ ഒന്നും ഇവിടെ കെട്ടാൻ സാധിക്കില്ല. ഇപ്പം ഈ പറശ്ശിനിക്കടവിൽ വേറെ ആർക്കും കെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിൽപ്പെട്ടവർക്കും പുറത്ത്, അതായത് നമ്മളെ വീടുകളിലൊക്കെ മുത്തപ്പൻ കഴിപ്പിക്കാറുണ്ട് നമ്മളൊരു നേർച്ചയായിട്ട്. അങ്ങനെ പോയിട്ട് പുറത്ത് പോയിട്ട് ചെയ്യാൻ അവകാശമുണ്ടോ? ഞാനിപ്പോൾ ഈ പറശ്ശിമടപ്പിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തും നിരവധി സ്ഥലങ്ങളിൽ ഞാൻ മുത്തപ്പൻ കെട്ടിയാടാൻ പോകാറുണ്ട്. എന്നെ പ്രത്യേകം ക്ഷണിക്കാറുണ്ട്. അത് വീടുകളിലായിക്കോട്ടെ, സ്ഥാപനത്തിലായിക്കോട്ടെ, അതുപോലെ ക്ഷേത്രങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നും പോയിട്ടുണ്ട്, ഇപ്പവും പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ ആൾക്കാർ പ്രത്യേകമായിട്ട് ക്ഷണിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഇതോടനുബന്ധിച്ചിട്ട് എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ, ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ കുടുംബത്തിലൊരു വീട്ടിൽ മുത്തപ്പൻ കഴിപ്പിച്ചിരുന്നു. അതായത് തിരുവപ്പന വെള്ളാട്ടം, തിരുവപ്പന വലിയ മുത്തപ്പനും വെള്ളാട്ടം. അപ്പോൾ കുറേ ഞാൻ ആ വീഡിയോ എടുത്ത് എൻ്റെ ചാനലിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇങ്ങനെ വന്നിരുന്നു, ഈ തിരുവപ്പന വലിയ മുത്തപ്പൻ വീട്ടിൽ കഴിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വാസ്തവം, അതിൻ്റെ സത്യം എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നിങ്ങളത് ആ കമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് പറയാം. അല്ലാതെ കണ്ട് പറയുമ്പം നമ്മളെ സമുദായത്തിലും പെട്ട ഈ സ്ഥലത്തെല്ലാം ചെയ്യുന്ന ആളിൽ നിന്നും ഒരുപാട് എതിർപ്പുകളും ഒക്കെ ചിലപ്പോൾ ഞാൻ നേരിടേണ്ടി വരും. പക്ഷെ എന്നാലും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ കമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാര്യങ്ങൾ പറയാം. അപ്പോൾ അത് നമ്മൾ 37 തെയ്യങ്ങളാണ്. അതുകൊണ്ട് കൂടാതെ 300-400ഓളം തെയ്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ തെയ്യത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. അത് ക്ഷേത്രങ്ങൾ പറയും, കോട്ടങ്ങൾ പറയും, തറവാട്, കാവുകൾ, മടപ്പുരകൾ, ഇങ്ങനെ ഓരോ തെയ്യത്തിനും അതിൻ്റെതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കൂടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനങ്ങൾ പണ്ടില്ല ആൾക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തപ്പൻ്റെ സ്ഥാനം മടപ്പുരയാണ്. ഈ മടപ്പുര വരുന്നത് പെട്ടെന്ന് ഉണ്ടായതല്ല. അത് ഗ്രാജുവലായിട്ട് പടിപടിയായിട്ട് ആ സ്റ്റേജിലേക്ക് ഉയർത്തി കൊണ്ടുവരലാണ്. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റേജ് പൊടിക്കളം എന്ന് പറയും. ആ പൊടിക്കളത്ത് വെച്ചിട്ട് പൈങ്കിറ്റ് വെച്ച് പൈങ്കിറ്റ് വെള്ളാട്ടം നടത്തി. പൈങ്കിറ്റ് വെള്ളാട്ടത്തിന് ശേഷം വില്ലുമുത്തപ്പന ഇവിടെ ആളിക്കണമെന്നില്ല താല്പര്യത്തോടു കൂടി മടപ്പുര എടുത്ത് ഊട്ടുപുര, പടിപ്പുര, ബ്രഹ്മകൽശക്കല്ല്, തറ, ഇതൊക്കെ അതിനുശേഷം അന്തിത്തറ എന്ന് പറഞ്ഞ ഒരു കോലം കൂടെ അവിടെ കെട്ടിയാടിക്കണം. ആ അന്തിത്തറയെല്ലാം കെട്ടിയാടിച്ചതിന് ശേഷം ആണ് ഈ വലിയ മുത്തപ്പനെയും ചെറിയ മുത്തപ്പനെയും ഒന്നിച്ച് കെട്ടിയാടാം. അപ്പോൾ അങ്ങനെയുള്ള ഈ പടിപടിയായിട്ട് പൊടിക്കണം ഉയർന്ന് മടപ്പുര ആയതിനു ശേഷം മാത്രമേ വലിയ മുത്തപ്പന അവിടെ കൊണ്ട് വരുത്തുകയും കെട്ടിയാടാനും പാടില്ല. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമില്ല. ഞങ്ങളെ പൂർവ്വന്മാർ ഞങ്ങളെ പൂർവ്വന്മാർ എനിക്ക് പറഞ്ഞു തന്നതും അവരിൽ നിന്ന് കിട്ടുന്ന അറിവിൽ നിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ഈ കാര്യങ്ങൾ ഭക്തന്മാർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഞാനിത് പറയുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും വേറെ ദോഷങ്ങൾ? അങ്ങനെ ദോഷങ്ങൾ എന്നെല്ലാം പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ പൈസയുടെ അഹങ്കാരം കൊണ്ട് കുറച്ചും കൂടെ പൈസ കൂട്ടിയാൽ തിരപ്പിനും വെള്ളാട്ടും രണ്ടും കൂടെ ഒന്നിച്ച് ആടിക്കൂടെ? ഇത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നില്ലേ അത് മനസ്സിലാക്കുന്നില്ല. അതെ 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 ഭക്തന്മാരെ സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ അറിയില്ല. പക്ഷെ അറിയുന്ന കോലധാരികൾ അത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്, നിനക്ക് പറയല്ലോ. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചായിരുന്നു. ഈ വേദികളിലൊക്കെ മുത്തപ്പൻ എന്നല്ല തെയ്യങ്ങളൊക്കെ ആടുന്ന രീതിയിലുള്ള ഇതൊക്കെ കാണാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ശരിക്കും? അത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്, അത് ചെയ്യാൻ പാടില്ലാതെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ തെയ്യം എന്നുള്ളത് ഒരു അനുഷ്ഠാന കലയാണ്, സാധാരണ കലയല്ല. അനുഷ്ഠാന കലയെന്ന് പറയുമ്പം അത് ദൈവികത ആണ്, ദൈവികതയിലൂടെയാണ് അത് പോകുന്നത്, ഡിവൈനിറ്റിയാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ കഥകളി പോലെയോ തുള്ളക്കളി പോലെയോ ശാസ്ത്രീയ ചിട്ടപ്പെടുത്തിയ കല ഇത്
പിന്നെ ഒരു പിന്നെ വ്രതം, അനുഷ്ഠാനം, പാരമ്പര്യം, മന്ത്രങ്ങൾ ഇതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പിന്നെ ഇതാണ് ഈ തെയ്യം. തെയ്യത്തിന് ജനങ്ങൾ കൽപ്പിക്കുന്നത് പിന്നെ വിശ്വാസികൾ പിന്നെ കൊടുക്കുന്ന ഇത് ദൈവമായിട്ടാണ്. അവർ വിശ്വസിക്കുന്ന, അവർ ഉപാസിക്കുന്ന ദൈവത്തെ തെയ്യത്തിലൂടെ ദർശിക്കുകയാണ്. അപ്പോൾ ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തെയ്യത്തോട് സങ്കടം പറയുന്നതും അവർ തെയ്യത്തിൽ നിന്ന് അനുഗ്രഹം വായിക്കുന്നതും ഒക്കെ ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റേജിൽ വെച്ചോ അല്ലെങ്കിൽ ജാതിയിൽ വെച്ചോ പിന്നെ തെയ്യം കെട്ടിയാടുമ്പോൾ അത് കാണുന്ന ഭക്തന്മാർക്കും അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും ഒരുപാട് വിഷമമുണ്ടാക്കുന്ന ആയിട്ടുള്ളൊരു സംഗതിയാണ് അത്. ശരി, വിശ്വാസത്തിന് കുറവ് തന്നെ വരുത്താൻ കുറവ് തന്നെ വരുത്താക്കും. തെയ്യത്തിൻ്റെ ഈ ഉറഞ്ഞാടുകയും ഉരിയാടുകയും അനുഗ്രഹം കൊടുക്കുന്നതും ഒക്കെ പിന്നെ ചെയ്യുന്നത് അത് ദൈവികമായിട്ടുള്ള പിന്നെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ ഒരു കലാകാരൻ്റെ സ്വസിദ്ധമായ കഴിവിനപ്പുറം ആ കിട്ടുന്ന തെയ്യത്തിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഇൻസ്പിറേഷൻ, അനുഗ്രഹം, അതിലൂടെയാണ് ഇവൻ ഉറഞ്ഞാടുകയും ഉരിയാടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആ തെയ്യത്തിൽ നിന്ന് ആ അനുഗ്രഹം കിട്ടണമെങ്കിൽ യുവ കാര്യങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് ചെയ്താൽ മാത്രമേ പിന്നെ അത് കിട്ടുകയുള്ളൂ. തെയ്യം എന്നുള്ളത് ഒരു വലിയ കൂട്ടായ്മയാണ്. പലതരത്തിലുള്ള കർമ്മങ്ങളെ കൊണ്ടും കൂട്ടായ്മ കൊണ്ടും പിന്നെ ചിട്ടപ്പെടുത്തിയതാണ് തെയ്യം. അങ്ങനെയുള്ള തെയ്യത്തെ ഇവർ സാംസ്കാരിക ജാതിയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റേജിലും വെച്ചും ആടുമ്പോൾ അത് തികച്ചും എന്താ പറയേണ്ടത്, നമുക്കത് യോജിക്കാതെ ഒരു ഇതാണ്. അപ്പോൾ ഭക്തന്മാർ ചോദിക്കുന്നു, ഈ സ്റ്റേജിൽ വെച്ച് ആടുമ്പോഴും ഈ ജാതിയിൽ വെച്ച് തെയ്യം കിട്ടുമ്പോൾ ഒരു ഭക്തൻ ചോദിക്കുന്നു, അല്ലപ്പോൾ നിങ്ങളിത് പിന്നെ കാവിൽ വെച്ചിട്ടും നിങ്ങൾ ഇതേപോലെ ഉറഞ്ഞാടുന്നുണ്ട്, ഇവിടെ ഒരു അനുഷ്ഠാനം ഇല്ലാതെ കണ്ടും ഉറഞ്ഞാടുന്നത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അതിന് ഉത്തരവുണ്ടോ? അതാണ് അതിൻ്റെ ഇത്. അതുകൊണ്ട് ഒരു തരത്തിലും അത്തരത്തിലുള്ള പ്രവണത വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. അത്തരത്തിലുള്ള അവിശ്വാസികളായ തെയ്യക്കോലധാരികളെ തെയ്യത്തിൻ്റെ അയലത്ത് പോലും കയറ്റാൻ പാടില്ല എന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. നമുക്ക് വ്യക്തിപരമായിട്ടില്ല പറയാൻ പറ്റില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അത്തരത്തിലെ അവിശ്വാസികളായ കോലധാരികളെ തെയ്യത്തിൻ്റെ അടുത്ത് പോലും കയറ്റാൻ പാടില്ല എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത്. ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കെട്ടാൻ തുടങ്ങിയിട്ട് 50 വർഷത്തിന് മേലെയായി എന്ന് പറഞ്ഞു. അവിടെ കെട്ടിയാടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു നല്ല സന്തോഷകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടോ? സന്തോഷമില്ലും. നമ്മൾ ഈ രംഗത്ത് വന്നത് തന്നെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണില്ല. ഇപ്പം എനിക്കിപ്പം അന്നത്തെ കാലം പിന്നെ എനിക്ക് ഏത് ഫീൽഡിലും എനിക്ക് പോകാൻ പറ്റും. പക്ഷേ പിന്നെ ഈ മറ്റ് തെയ്യം പോലെയല്ല മുത്തപ്പൻ. ഇപ്പം നമ്മുടെ പിന്നെ ഈ കേരള സമൂഹത്തിൽ നാനാജാതിക്കാർക്കും അവരുടേതായിട്ടുള്ള കുലദൈവങ്ങളുണ്ട്. ഓരോ ഇപ്പം ബാണിയർക്ക് മുച്ചിലോട്ട് പോയി, തീയർക്ക്, നമ്പ്യാമാർക്ക്, പിന്നെ കൊല്ലം, തട്ട, എല്ലാ ജാതിക്കാർക്കും അവരുടേതായിട്ടുള്ള പിന്നെ കുടുംബ ദൈവങ്ങൾ, ക്ഷേത്രങ്ങളും ദൈവങ്ങളുണ്ട്. പക്ഷേ ഈ ജാതിക്കാരെല്ലാം ഒരുപോലെ ആരാധിക്കുന്നതാണ് മുത്തപ്പൻ. അതാണ് മുത്തപ്പൻ്റെ പ്രത്യേകത. കോടിക്കണക്കിന് പിന്നെ വിശ്വാസികളും ആരാധിക്കുന്നത് ഒരു ദൈവമാണ് മുത്തപ്പൻ. അപ്പോൾ നമ്മൾ പറശ്ശിമടപ്പുരയിൽ മുത്തപ്പൻ കിട്ടുന്ന ആളാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ബഹുമാനവും ആദരവും അതൊന്ന് വേറെ തന്നെ ഒരു അനുഭൂതിയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അച്ഛനോട് കാണിക്കുന്ന ആ ബഹുമാനവും അച്ഛനോടിൻ്റെ സ്ഥാനങ്ങളും ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് പിന്നെ എൻ്റെ മനസ്സിൽ നിന്നാൽ ഞാനും ഒരു കോലധാരി ആയിട്ടാവണം എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പിന്നെ സന്തോഷവും അനുഭൂതിയും എനിക്ക് പിന്നെ തെയ്യത്തിലൂടെ, ഈ മുത്തപ്പനിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ ഭക്തന്മാർ പിന്നെ നമ്മളിപ്പോൾ പല സ്ഥലത്തും മുത്തപ്പൻ കെട്ടാൻ പോകുന്നുണ്ടല്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങളോട് കാണിക്കുന്ന ബഹുമാനം, അത് മാത്രമല്ല നിരവധി ആളുകളായിട്ടുള്ള പരിചയപ്പെടൽ, അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു നേട്ടമാണ്. നമ്മൾ പിന്നെ മുന്നേ ഒന്നും കണ്ടുവരാതെ കുറേ കാര്യങ്ങളിപ്പോൾ പിന്നെ തെയ്യങ്ങളെ കെട്ടിയാടുന്ന ഇതിൽ കാണുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളെ എടുക്കുക, അതുപോലെ പിന്നെ തെയ്യം വെള്ളം വലിച്ച്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഇതൊന്നും മുന്നേ നമ്മൾ പണ്ട് ചെറുപ്പം കാലത്തൊന്നും കാണുന്ന സമയത്തൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ ശരിക്ക് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ അത് നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അത് ഭക്തന്മാരുടെ അറിവിലേക്കായിട്ട്
നമ്മൾ പിന്നെ പറയുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് പിന്നെ ഞാൻ കരുതുന്നത്. ഇപ്പോൾ തെയ്യം എന്നില്ല അനുഷ്ഠാന കല, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മാനദണ്ഡമുണ്ട്. അത് സംസാരത്തിലായാലും പിന്നെ കലാശത്തിലായാലും ആക്ഷനിലായാലും അതിൻ്റേതായിട്ടുള്ളൊരു മാനദണ്ഡവും ചട്ടക്കൂടും ഉണ്ട്. നമ്മളെ പൂർവികന്മാർ നമ്മളെ പഠിപ്പിച്ചതും അവരിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതും അങ്ങനെയാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും വേണ്ടാതെ പരിഷ്കാരങ്ങൾ ഈ തെയ്യത്തിലൂടെ ചെലുത്തിയിട്ട് അതിനെ എന്താണെന്ന് പറയുന്നത് ഈ അളവെടുപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പം ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലൂടെ ഭക്തജനങ്ങൾ കാണുന്നത്. എത്രയോ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഇതൊക്കെ ശരിയാണോ, ഇത് തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞു, തികച്ചും തെറ്റാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പം തെയ്യത്തിൻ്റെ ഒരു പെരുമാറ്റമില്ലേ, ഇപ്പോൾ തൃശ്ശമ്പരം അമ്പലത്തിൽ നിന്ന് തിളമ നൃത്തം ചെയ്യുമ്പോൾ ഈ തിളമ നൃത്തം ഏതെങ്കിലും കുട്ടിയെ എടുക്കുക? ഏതെങ്കിലും വെളിച്ചപ്പാടന്മാർ ഈ തിരുവായൂരും ചിലടവും പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും കുട്ടീനെ എടുക്കുക? അതുപോലെ തന്നെ അതിനെക്കാട്ടിയും പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ തെയ്യം. തെയ്യം തികച്ചും ദൈവമായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു കോമരായിട്ടോ അല്ലെങ്കിൽ പൂജാരിയായിട്ടോ ഒന്നല്ല. നമ്മൾ മനസ്സിലേക്ക് സങ്കല്പിക്കുന്ന ദൈവത്തെ തെയ്യത്തിലൂടെ കാണുമോ, ദൈവമായിട്ടാണ് കാണുന്നു. അപ്പോൾ ആ ദൈവം സാധാരണ മനുഷ്യന്മാർ പ്രവർത്തിക്കുമ്പോഴേ പെരുമാറാൻ പാടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഫേസ്ബുക്കിൽ അധികം കാണാം, കുട്ടീനെടുത്തിട്ട് മുഖം കഴിക്കലും മേൽ കഴിക്കലും എല്ലാം ഈ മുത്തപ്പനാണ് ഇത് എടുക്കുന്നത്. പണ്ടിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? അത് വേറൊരു വശം എന്ന് വെച്ചാൽ ഈ ചെറിയ കുട്ടികളില്ലേ, ഈ താടിമീശയും ഈ വിഷയം എല്ലാം ഇട്ട് ഇത് കാണുമ്പം ഈ കുട്ടി പേടിച്ചിട്ട് വലിയ ആസ്മാരായിട്ടാണ് ഈ പോയെങ്കിൽ ആരാ ഉത്തരം പറയാ? ഇതൊക്കെ കോലധാരി ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? കോലത്തെ അറിഞ്ഞിരിക്കണം കോലധാരി. 1000 അണിയറയിൽ കൂടിയാലേ ഒരു അര കോലധാരിയാവുള്ളൂ. അത്രയും പരിചയവും എക്സ്പീരിയൻസോടുകൂടി ചെയ്യേണ്ട സംഗതിയായിരുന്നു. അപ്പോൾ ഇതിപ്പം കുട്ടികൾ മനുഷ്യക്കുട്ടിയിലെ നായ്ക്കുട്ടിയെ എടുക്കുന്നുണ്ട്. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ പറശ്ശിക്കട ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയല്ല, നായിനെടുത്ത് ആൾക്കാർ പോകുന്ന വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. നായിനെടുത്ത് നിങ്ങൾക്ക് എടുക്കാം, ദൈവം എടുത്തിട്ട് വീഡിയോ ഉണ്ടാ ഒരിക്കലും ചെയ്യില്ല. അങ്ങോട്ട് കൊണ്ടുവരുന്നത് ദൈവത്തിന് മുമ്പിൽ അത് അനുഗ്രഹം വായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് തെറ്റില്ല. അപ്പൊ ദൈവം അതിനെ എടുത്തിട്ട് ഉക്കത്ത് വെക്കുകയോ ലാളിക്കുകയോ അത് ദൈവം അനുഗ്രഹം കൊടുക്കും. അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ ദൈവത്തിന് മുമ്പിൽ വന്നാൽ ദൈവം അനുഗ്രഹം കൊടുക്കും, തലയിൽ കൈ വെക്കും, അനുഗ്രഹം കൊടുക്കും. അല്ലാതെ കണ്ട് കുട്ടീനെ എടുത്തിട്ട് കലാശം വെക്കുകയോ അല്ലെങ്കിൽ ചുറ്റും നടത്തുകയോ അതൊന്നും തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ കുറച്ച് കൊലധാരികളെ ഒരു കല്ലാടിമാരുടെ അടുത്ത് ആയി പോകുന്നു. അപ്പോൾ അന്നേരം ഈ കുട്ടികളത് ഞാൻ ഇങ്ങനെ ചോദിക്കണം പിന്നെ മറന്നു പോകും. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഈ കുട്ടികൾ ചിലപ്പോൾ ഈ ചെറിയ കുട്ടികളല്ലേ, ചിലപ്പോൾ മൂത്രമൊക്കെ വെച്ച് പോവാം. അപ്പോൾ അശുദ്ധിയാവില്ലേ, ചെറിയ കുട്ടികളല്ലേ? അപ്പം അതെല്ലാം ഒഴിവാക്കേണ്ടതല്ലേ? കുട്ടി ദൂരോ മീത്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോലത്തിൻ്റെ മേക്കല്ലേ ഇതാവുക? നമ്മൾ ശുദ്ധമായിട്ട് കൊണ്ടാടുന്ന ആ ദൈവത്തിൻ്റെ മേക്ക് ഇത്തരത്തിൻ്റെ മലിനം ആവുകയെന്ന് പറയുമ്പം അത് മോശമല്ലേ ഇത്? അപ്പം അങ്ങനെയുള്ള അതിൽ ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ ഇത്? എന്തിനു വേണ്ട ഇത് എടുക്കുന്നത്? ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് അനുഗ്രഹം കൊടുക്കാൻ പറ്റാണ്, അല്ല എടുക്കാൻ പറ്റത്തില്ല. കുട്ടീനെടുക്കാൻ അവരെ രക്ഷിതാക്കന്മാരുണ്ട്, അവരെടുത്തിട്ട് ഇപ്പം തെയ്യം കാണാൻ പോകുന്ന പെണ്ണുങ്ങൾക്ക് നല്ല സുഖമാണ്. കുട്ടീനെ തെയ്യത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് വടയും മലയിലും പോയിട്ട് പഠിച്ചിട്ട് പതിയെ തിരിച്ചു വന്നാൽ മതി. സംഭവം ഒന്നുമല്ല, ഇതിന്റെ ഒക്കെ പിന്നില് ഒറ്റൊരു വാക്കേ ഉള്ളൂ, വൈറലാവുക. അതാണ്. അപ്പൊ അത് കണ്ടിട്ട് ഇപ്പൊ എല്ലാ തെയ്യത്തിനും കുട്ടീനെടുക്കൽ ഒരു ഫാഷനായിട്ട് മാറി. അല്ല, അതൊരു ഫാഷൻ എന്ന് പറയാൻ പറ്റില്ല, അതൊരു ആചാരത്തിൽ പെടുന്ന ഒരു കാര്യമായി മാറി. ആചാരം മാറ്റി. അതാ ഇപ്പൊ അധിക തെയ്യത്തിനും തെയ്യം നന്നാണ്ടെങ്കിൽ കുട്ടീനെ എടുക്കണം, ആ സ്റ്റേജിലേക്ക് എത്തി. പരിഷ്കാരത്തിന്റെ അത് നോക്കടാ. തെയ്യത്തിന്റെ അതിന്റെ തനിയോട് കൂടിയിട്ടും നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പൂർവ്വന്മാർ നമുക്ക് തന്നെ ഒരു നിധിയായത്, മഹത്തായ ഒരു നിധിയാണ്. അതിനെ പൊട്ടാണ്ട് പൊളിയാണ്ട് വരുന്ന തലമുറക്കും നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, അല്ലേ? അത് വികലമായിട്ട് അവതരിപ്പിച്ചാലോ അതിന്റെ മൂല്യം പോയില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഞാനോട് വെറുപ്പ് കാണിക്കും. അല്ല, ഇതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മളും ചോദിച്ചത്. നമുക്ക് ഇതൊന്നും അറിയില്ല, അറിയുന്ന കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ. പറയുന്നത് അത് തെറ്റാണോ ശരിയാണോ പ്രേക്ഷകർ വിലയിരുത്തട്ടെ, അത്രയും എനിക്ക് പറയില്ലു.
ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ആരെയും കുറ്റപ്പെടുത്തില്ല, അല്ല നമ്മളും എനിക്കത് താല്പര്യമില്ല. നമ്മളും ആലോചിക്കലുണ്ട് ഈ കുട്ടി മൂത്രമൊക്കെ ഒഴിച്ചാൽ അശുദ്ധി ആവില്ല, നമ്മൾ ചിന്തിക്കലുണ്ട്. ചോദിച്ചു അതാ നിങ്ങൾ പറഞ്ഞ നല്ല ചോദ്യമാണ്, നല്ലത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്. ഇപ്പം മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം കുന്നത്തുപാടിയും പറശ്ശിക്കടവാണ്. ഈ രണ്ട് സ്ഥലത്ത് നിന്ന് കുട്ടിയെ ദൈവം എടുക്കുന്നുണ്ടാ? ഇല്ല. പറശ്ശിക്കടവ് നടക്കുക ഇല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നില്ല, കുട്ടികൾ വരുന്നില്ലേ? എന്തുകൊണ്ട് എടുക്കുന്നില്ല? അത് പാടില്ലാതെയാണ്. എന്നാൽ പിന്നെ അവിടെ തന്നെ മാതൃക കാണിക്കേണ്ടത്. ദൈവത്തിൻ്റെ സമ്പ്രദായം കുന്നത്തുപാട് സമ്പ്രദായം പറശ്ശ സമ്പ്രദായം, ഈ രണ്ട് സമ്പ്രദായം ദൈവത്തിന്. ഈ രണ്ട് സ്ഥലത്തും ഇല്ലാതെ കാര്യങ്ങൾ ഈ പിന്നെ ഇമാതിരി സ്ഥലത്ത് വെച്ച് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവിടെ എത്തിച്ചേരാൻ തന്നെ കാരണം നാനാജാതി മതസ്ഥർ, വർണ്ണവർഗ ഭേദമന്യുള്ള മുത്തപ്പൻ്റെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും ഒരേപോലെ ആരാധിക്കുന്ന മുത്തപ്പനാണ്. അപ്പോൾ ആ മുത്തപ്പൻ്റെ ഐതിഹ്യം നമുക്കൊന്ന് ചുരുക്കിയിട്ട് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? പറയാം. അത് പിന്നെ നല്ല കാര്യങ്ങളാണ്, ജനങ്ങളിലേക്ക് അറിവിലേക്കായിട്ട് അത് ഉപകരിക്കും. ഇപ്പോൾ പിന്നെ മിക്ക ആളുകൾക്കും ഭക്തന്മാർക്കും മുത്തപ്പൻ ആരാണോ, ശിവനാണോ വിഷ്ണുവാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് പിന്നെ വ്യക്തമായിട്ട് അറിയില്ല. ചില കൂട്ടർ ശിവൻ എന്ന് പറയും, ചില കൂട്ടർ വിഷ്ണു എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പിന്നെ വ്യക്തമായിട്ടുള്ള ഒരു ചരിത്ര കഥയും ഐതിഹ്യം മുത്തപ്പൻ്റെ അവതാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. ഇപ്പം തികച്ചും കലികാലത്ത് പിന്നെ അവതരിച്ച ഒരു അവതാരമാണ് മുത്തപ്പൻ. അപ്പോൾ എന്തിനു വേണ്ടി അവതരിച്ചു, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്, അതാണ് അതിൻ്റെ പ്രസക്തമായിട്ട് സംഗതി. ഇപ്പം മുത്തപ്പൻ അവതരിച്ചത് നമ്മുടെ പിന്നെ കേരളത്തിൻ്റെ ഈ സാമൂഹ്യ പാശ്ചാത്തലം, അന്ധവിശ്വാസവും അനാചാരങ്ങളും ജാതീയതും പീഡനവും അങ്ങനെ ഒരു പിന്നെ പിന്നോക്ക വിഭാഗക്കാർക്ക് പിന്നെ തീരെ സ്വാതന്ത്ര്യമില്ലാത്ത പിന്നെ ഒരു ഒരു സാമൂഹ്യ സ്ഥിതിയാണ് അന്നുണ്ടായിരുന്നത്. അവർക്ക് ഭക്തിപ്രസ്ഥാനത്തിൽ, അവർക്ക് ക്ഷേത്രത്തിൽ കയറാനോ ആരാധിക്കാനോ ഒരു തരത്തിലെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ സമൂഹം. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ ജാതീയതയ്ക്ക് എതിരായിട്ടും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ രക്ഷയ്ക്കും വേണ്ടിയിട്ടും സാക്ഷാൽ മഹാവിഷ്ണു മുത്തപ്പനായിട്ട് അവതരിച്ചു എന്നാണ് ഐതിഹ്യം. മുത്തപ്പനായിട്ട് അവതരിച്ച ആദ്യം മുത്തപ്പനായിട്ട് അവതരിച്ചത് മഹാവിഷ്ണു എന്നാണ് ഞങ്ങളുടെ സങ്കല്പം. അത് വെറുതെ പറയുന്നില്ല, ഞങ്ങൾ കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ ആയിട്ടുള്ള മൂലമന്ത്രങ്ങളിലും പിന്നെ അനുഷ്ഠാനത്തിലും ഒക്കെ പിന്നെ അത് പ്രകടമാകുന്നുണ്ട്. വെറുതെ പറയുന്നില്ല, മറ്റുള്ള ആൾക്കാർ പറയും പോലെയല്ല. ഇപ്പം മുത്തപ്പൻ്റെ ചരിത്രം പിന്നെ ജനങ്ങളിലേക്ക് എത്തുന്നത് ഞങ്ങളിലൂടെയാണ്. ഞങ്ങളെ തോറ്റംപാട്ട്, പട്ടോല, ഐതിഹ്യം ഇതിലൂടെയാണ് എത്തുന്നത്. അല്ലാതെ കണ്ട് പുറമേലെ എഴുത്തുകാരൻ അല്ല ലൂടെയല്ല. അവർ ഞങ്ങളിന്ന് അറിവ് ശേഖരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്നത് അത്രമാത്രത്തില്ല. അപ്പോൾ പിന്നെ മുത്തപ്പനായിട്ട് ആദ്യം അവതരിപ്പിച്ചത് മഹാവിഷ്ണുവാണ്. അതിനുശേഷമാണ് ചെറിയ മുത്തപ്പൻ, വെള്ളാട്ടം, തിരുവാപ്പന, വെള്ളാട്ടം, വലിയ മുത്തപ്പൻ, ചെറിയ മുത്തപ്പൻ, പുരുടബല മുത്തപ്പൻ, നമ്പല മുത്തപ്പൻ, ഇങ്ങനെ പേരിലാണ് മുത്തപ്പനെ ജനങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം പിന്നെ മുത്തപ്പൻ അവതരിച്ചത് മഹാവിഷ്ണു ആയിട്ടാണ്. മഹാവിഷ്ണുവാണ് പിന്നെ അതിൻ്റെ ഐതിഹ്യ പദമാണ്. അതിനുശേഷമാണ് ചെറിയ മുത്തപ്പനായിട്ട് കൂടിക്കാണുന്നത്. അതിന് ഒരു കഥയുണ്ട്. മുത്തപ്പൻ്റെ അവതാരം, ഓരോ അവതാരത്തിനും ഓരോ കഥയുണ്ട്. ഇപ്പോൾ അയ്യപ്പൻ്റെ അവതാരത്തിലായിക്കോട്ടെ. പക്ഷേ ഇതൊക്കെ ഈ കലികാലത്തിലെ ദേവനായതുകൊണ്ട് മറ്റ് പുരാണങ്ങളിലോ ഇതിഹാസങ്ങളിലോ മുത്തപ്പനെ കുറിച്ച് നമുക്ക് അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. ഞങ്ങളുടെ തോറ്റംപാട്ടിലൂടെയാണ്, ഞങ്ങളുടെ പട്ടയിലൂടെയാണ് മറ്റേ ഇതിൻ്റെ ചരിത്രങ്ങൾ പുറംലോകം അറിയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഈ മുത്തപ്പൻ്റെ ചരിത്ര കഥയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം. ശരി, പിന്നെ പാടിക്കുറ്റി അന്തർജനം, അയ്യങ്കര, പിന്നെ നമ്പൂതിരിപ്പാട്, ഇവർക്ക് പിന്നെ വർഷങ്ങളായിട്ട് സന്താനമില്ലാതെ അനവധി ദുഃഖത്തിൽ കഴിയുന്ന അവസരത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു പാലഴീവാസന മുത്തപ്പൻ തന്നൂടെ കോമളമായൊരു ബാലരൂപം, അത് കോമള സ്വരൂപനായിട്ടുള്ള ചെറിയ കുട്ടിയായിട്ട് പാടിക്കുറ്റി അന്തർജനം പിന്നെ പുഴയിൽ നദിയിൽ കുളിക്കുമ്പോൾ പോയപ്പോൾ ആ തിരുവങ്കടവിൽ തിരുനെറ്റിക്കല്ലിലെ മുകളിൽ ചെറിയ കുട്ടി പിഞ്ചുബാലൻ സാക്ഷാൽ മഹാവിഷ്ണു കുട്ടിയായി അവതരിച്ച് കാട്ടിക്കൊടുത്തു. ആ കുട്ടീനെ എടുത്ത് വളർത്തി ഇല്ലത്ത് കൊണ്ടുപോയി വൈദികമായിട്ടുള്ള പിന്നെ ആചാരത്തിലൂടെ വളർന്ന് നിൽക്കുമ്പോഴാണ് ഈ അവതാര ലക്ഷ്യത്തെ സംബന്ധിച്ചിട്ട് പിന്നെ ഈ ഓർമ്മ വന്നു ഈ കുട്ടിക്ക് എന്തിനു വേണ്ടി അവതരിക്കുന്നില്ലേ. അപ്പോൾ അത് ദൈവികമായിട്ടുള്ള ശക്തിയിൽ പിന്നെ ഓർമ്മ ഉണ്ടായി. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഇല്ലത്തിന് അത്രയും സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും എല്ലാവിധ സൗഭാഗ്യത്തോടെയും ആത്മാർത്ഥത്തോടെയും ആണ് ഈ കുട്ടി അവിടെ നിന്ന് വളർന്നു. അപ്പോൾ ഒരു തരത്തിലും ഈ കുട്ടി ഇല്ലത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റി സാധിക്കില്ല.
അവതാര ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇല്ലം വിട്ട് പുറത്തു പോകണ്ടേ. അപ്പോൾ പിന്നെ ഇദ്ദേഹം തന്നെ അതിൻ്റെ കാരണം കണ്ടെത്തി. അച്ഛനമ്മയും കാണാത്ത അവസരത്തിൽ ഇല്ലം വിട്ട് മലയോര പ്രദേശങ്ങൾക്ക് പോവുക, കാട്ടുജാതിക്കാരായിട്ട് കൂട്ടുകൂടുക, അവരായിട്ട് പിന്നെ നായാട്ട് പോവുക. അപ്പോൾ പിന്നെ പക്ഷിമൃഗാദികളെ പിന്നെ എയ്ത് കൊന്നിട്ട് ഇല്ലത്ത് കൊണ്ടുവരിക, ചുട്ട് കൊന്ന് പിന്നെ ഇല്ലത്തെ വൈദികമായിട്ടുള്ള അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുക. ഇതൊക്കെ പതിവായി. ഇത് മനഃപൂർവ്വം ചെയ്തത്. ഇന്നലെ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ സഹിയിട്ട അവസരത്തിൽ ഇവർ തമ്മിൽ പറയാൻ തുടങ്ങി ഈ കുട്ടീൻ്റെ ഈ ചേട്ടനെ പറ്റി. ഇനി ഇവനെ ഇടം വെച്ച് നിർത്തിച്ചാൽ സാധിക്കില്ല, പാടില്ല, ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് ബ്രീഫായിട്ട് പറയുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ഈ പറയുന്ന സംസാരം ഇയാൾക്ക് കേട്ടും. കേൾക്കുമ്പോൾ പിന്നെ ദേഷ്യത്തിട്ട് തോടുകൂടി ചുറ്റുപാട് നോക്കുമ്പോൾ ആ കോപാഗ്നിയിലൂടെ വൃക്ഷലതാദികളുടെ കരിഞ്ഞുപോയി. ആ ദേഷ്യം കൊണ്ട് നോട്ടം പിന്നെ ഇവരെ മാതാപിതാക്കന്മാരെ മുഖത്ത് നോക്കാൻ പോകുമ്പം പാട്ടിക്കുറ്റി ചന്ദ്രജനം കണ്ണ് പൊത്തിപ്പോയി. മകനെ ഈ കണ്ണുകൊണ്ട് നോക്കാൻ പാടില്ല, അതാണ് കണ്ണ് മറക്കണം എന്ന് പറഞ്ഞു. അതാണ് പോയിക്കണത് മുത്തപ്പൻ. അങ്ങനെ അമ്പും വില്ലും ആയിട്ട് ഇവൻ അവിടെ നിന്ന് ഇല്ലം വിട്ട് പുറപ്പെട്ട് കുന്നത്തൂർ പാടിയിലെത്തി. കുന്നത്തൂർ പാടിയിൽ ഈ ധാരാളം പനങ്കല്ല് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരു പനമ്പൽ പിന്നെ കയറി കള്ള് പിന്നെ മോഷ്ടിച്ച് കുടിക്കൽ പതിവായി. അപ്പോൾ കള്ളിൻ്റെ ഉടമസ്ഥൻ നോക്കുമ്പോൾ കള്ളുണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം ഈ ആളെ കണ്ടുപിടിക്കണം എന്നുള്ള അടിസ്ഥാനത്തിൽ പിന്നെ ഇയാൾ അമ്പും വില്ലായിട്ട് പനേൻ്റെ ചുവട്ടിൽ ഒളിച്ച് നിന്നു. അപ്പോൾ ഇയാൾ പതിവ് പോലെ പനേൻ്റെ മേൽ കയറിയിട്ട് കള്ള് കുടിക്കുന്ന രംഗായിയെ കാണുന്നു. നേരെ അവരെ ആയുധമായി അമ്പും കൊണ്ട് മൂപ്പറ നേർക്ക് അമ്പ് തൊടുക്കും. അമ്പ് തൊടുക്കാൻ പോകുമ്പം പനയിലെ മുകളിൽ നിന്ന് മൂപ്പറ നോക്കിയിട്ടും ഈ ചന്ദന ആദിവാസീന നോക്കുമ്പം ഇയാൾ കല്ലായി മറഞ്ഞുപോയി. ഈ അമ്പും വില്ല് പിടിച്ച് അതേ പൊസിഷനിലാണ് ആയി. ഇപ്പോൾ ഉച്ചക്കരിയാൻ പോയ ചന്ദൻ അന്തിക്കരിഞ്ഞിട്ടും വന്നിട്ടില്ല എന്നുള്ള പരിഭവമായി. ആയിരിക്കും ചന്ദൻ്റെ ഭാര്യ, ഈ ആദിവാസീൻ്റെ ഭാര്യ. അയാളുടെ പേര് ചന്ദൻ എന്നാണ്. അപ്പോൾ കാടായ കാടും നാടായ നാടൊക്കെ ഇയാളെ തേടിയിട്ട് അന്വേഷണം നടക്കാൻ തുടങ്ങി. ഒടുവിൽ നടന്ന് ഈ പനയുടെ അടുത്തെത്തുമ്പോൾ സ്വന്തം ഭർത്താവിനെ അമ്പം വില്ലായിട്ട് നിൽക്കുന്ന ആ പോസിലാണ് കാണുന്നത്. പേടിച്ചു പോയി. പെട്ടെന്ന് മേലെ നോക്കുമ്പം നല്ലൊരു യോദ്ധാവായിട്ടുള്ള ഒരാളെയും കണ്ടു. പെട്ടെന്ന് എൻ്റെ മുത്തപ്പ വന്ന് വിളിച്ചു. അതാണ് മുത്തപ്പൻ്റെ പേര്. അവിടെ മുതലാണ് ഈ ആദിവാസികൾക്ക്, ഈ മുപ്പന്മാർക്ക് മുത്തപ്പാന്നൊരു സംബോധനയുണ്ട്. അപ്പം അങ്ങനെ മുത്തപ്പ വന്ന് പെട്ടെന്ന് വിളിക്കാൻ പോയത്. അപ്പോൾ എൻ്റെ മുത്തപ്പ എൻ്റെ ഭർത്താവിനെ പണ്ടുകൊണ്ടേ പോലെ കാട്ടുതന്നാൽ ഞാൻ ഇന്ന് പിന്നെ നിവേദ്യങ്ങളൊക്കെ തന്നോളാം. അപ്പം അവരുടെ ഭക്ഷണ രീതിക്കനുസരിച്ചിട്ടുള്ള പദാർത്ഥങ്ങളാണ് ആദ്യം മുത്തപ്പൻ ഓഫർ ചെയ്തത്. അതായത് ചുട്ടമീൻ, കള്ള്, പിന്നെ കാട്ടുമാംസം, നാളികേരം, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെയാണ് അവർ പിന്നെ ഓഫർ ചെയ്തത്. അങ്ങനെ മുത്തപ്പ സന്തോഷമായി വിളി കേട്ട് ഈ വിള ഭർത്താവിനെ രണ്ടാമതും പിന്നെ സാധാരണ മനുഷ്യൻ്റെ രൂപത്തിൽ ആക്കി മാറ്റി. അതാണ് ആദ്യത്തെ മുത്തപ്പൻ്റെ ഒരു അനുഭവം, മുത്തപ്പൻ്റെ പേര് വിളിക്കാനുള്ള കാരണങ്ങളും. അപ്പോൾ അന്ന് ആ അടിയാത്തി താഴ്ന്നജാതിക്കാരായിട്ടില്ലേ ഈ അടിയാത്തി നിവേദിച്ച നിവേദ്യമാണ് ഇന്ന് എല്ലാ മടപ്പലുകളിലും നിവേദിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ പാടില്ല. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിഷ്കാര രൂപത്തിൽ എന്തെല്ലോ ചെയ്യുന്നുണ്ട്, അതൊക്കെ തെറ്റാണ്. അപ്പോൾ അവിടുന്ന് മുത്തപ്പൻ നേരെ അവതാര ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി കുന്നത്തൂർ പാടി വിട്ട് പെരടമലക്കേക്ക് പോയി. പുരടമല കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ പല രാജാക്കന്മാരായിട്ടുള്ള ഫൈറ്റ് ചെയ്തും അവരെ അധികാരം പിടിച്ചടക്കി, അവരെ പാണ്ഡ്യശാലകൾ പിടിച്ചടക്കി, പണ്ടച്ച ധാന്യങ്ങൾ ശേഖരിക്കുന്നതിലും അതെല്ലാം സാധാരണക്കാർക്ക് വിതരണം ചെയ്തു മുത്തപ്പൻ. അപ്പം അങ്ങനെ ഒരു ദിവസം അമ്മ വില്ലായിട്ട് ഈ മലയുടെ ഇടയിലൂടെ നടന്നു പോകുമ്പം ഈ വില്ല് ഒരു പുട്ടിന് തട്ടിപ്പോയി, പുട്ടി നെട്ടുമ്പോൾ അതിൽ നിന്നൊരു ഒരു താമസ ശേഷം ഇങ്ങനെ കൊണ്ടുവന്നു. അതാണ് ചെറിയ മുത്തപ്പൻ ശിവൻ. പിന്നീട് രണ്ട് ശക്തി ഒന്നിച്ച് പിന്നെ കൂടി. അപ്പം അങ്ങനെ പിന്നെ ഭക്തന്മാർക്ക് നിത്യേന പിന്നെ മുത്തപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനും കാണാനും സങ്കടം ബോധിക്കാനുള്ള സ്ഥലം പിന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടി രണ്ട് മുത്തപ്പനും കൂടെ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അമ്പ് ചെയ്തപ്പോൾ ആ അമ്പ് ചെന്ന് വീണത് പറശ്ശിക്കടവിൽ ഇന്ന് കാണുന്ന ശ്രീകോവിലിൻ്റെ അകത്ത് കാഞ്ഞനമരത്തിലാണ് ആ അമ്പ് തറച്ചത്. അപ്പോൾ ആടെ ഈ പറശ്ശിക്കടവ് എന്നുള്ള ധാരാളം മീൻ അടുക്കുന്ന സ്ഥലമാണ് പണ്ട് കാലത്ത്. അപ്പം നമ്മളെ പൂർവ്വന്മാർ ചെറുപ്പം ഈ വർഷകാലം പിന്നെ മീൻ പിടിക്കാൻ പോലാണ്, വെക്കാൻ പോലെന്ന് പറയും. അപ്പോൾ ഈ കാഞ്ഞനമരത്തിൻ്റെ അടുത്ത് നമ്മളെ പൂർവ്വമാനായിട്ട് തളിയിപ്പിലുണ്ടാൻ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്നു ചൂണ്ടപ്പറയും കൊണ്ട്.
മത്സ്യം പിടിച്ചുകൊടുക്കുമ്പോൾ വേഗം നോക്കുമ്പോൾ ഒരു അസ്ത്രം മരത്തെ തറച്ച് കണ്ടു, ദിവ്യ ജ്യോതിലെ അസ്ത്രമായിട്ട്. മൂപ്പര് വേഗം പിന്നെ അവിടെ എടുത്തിട്ട് ഈ വിവരം കുന്നുമ്പ തറവാട്ടിലെ കാരണവരെ തീയത്തറവാട്ടിലെ അവരറിയിച്ചു, ഇങ്ങനൊരു അസ്ത്രം അവിടെ ഇതിൻ്റെ മുത്തപ്പൻ്റെ എന്നാണ് നമ്മൾ വിശ്വാസം, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ പോയി ഇദ്ദേഹം പിടിച്ച മീനും പിന്നെ ഈ തീയക്കാരനവർ പിന്നെ ചെത്തിയ കള്ളും ഇത് രണ്ടും കൂടി ദൈവത്തിന് വെച്ചു പൈങ്കിട്ട് വെച്ചു കൊടുത്തു. അപ്പം അങ്ങനെയാണ് പിന്നെ ഈ പറശ്ശിമടപ്പുരേൻ്റെ ഉത്ഭവം തുടങ്ങുന്നത്. പിന്നെ പൈങ്കിട്ട് വെച്ച് പിന്നെ പൈങ്കിട്ട് പോരാട്ടം നടത്തി, പിന്നെ മടപ്പിലെടുത്ത്, പിന്നെ അന്ത്യത്തറ കഴിച്ച്, പിന്നെ തിരുവാപ്പന കെട്ടി, പിന്നെ ഉത്സവം നടത്തി, അങ്ങനെ നിത്യോത്സവമായിട്ട് മാറിക്കഴിഞ്ഞ് ഒരു മഹാക്ഷേത്രമായിട്ട് മാറി. അതാണ് ബ്രീഫായിട്ടിലെ മുത്തപ്പൻ്റെ ചരിത്രം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു സംശയം കൂടി ഉണ്ട്. ശരിക്ക് പുരളിമലയാണോ മുത്തപ്പൻ്റെ പിന്നെ ആരൂഢം അല്ലെങ്കിൽ കുന്നത്തൂർപ്പാടി? കുന്നത്തൂർപ്പാടിയിൽ നിന്നാണ് പുരളിമലയ്ക്കേക്ക് പോയത്. അങ്ങനെയല്ല, പുരളിമല അന്ന് കോട്ടയം രാജാക്കന്മാർ പൂയന്മാർ പിന്നെ ഭരിച്ച് അവരെ കേന്ദ്രമാണ്. അവരധികാരം മുത്തപ്പൻ പിടിച്ചടക്കിയിരുന്നു. അങ്ങനെയാണ് പുരളിമല മുത്തപ്പൻ എന്ന് പേര് കിട്ടിയത്. മുത്തപ്പൻ രാജാവ് കൊടുത്ത പേരാണ്. അപ്പം അങ്ങനെ അത് ഒരുപാട് ഫൈറ്റിംഗ് ഉണ്ട്, ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ ഈ ചെറിയ വാക്കിൽ ഒതുങ്ങൂല. അതാണ് പിന്നെ അങ്ങനെയാണ് ഈ മുത്തപ്പൻ കെട്ടുന്നത് കൂടി വേറെ എന്തെങ്കിലും തെയ്യം കോലങ്ങൾ ഈ ഇതിനിടക്ക് കട്ടിയാടാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ തെയ്യം ഫീൽഡിൽ ഞാൻ ഏറ്റവും പിന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നതും എൻ്റെ പിന്നെ ഉപജീവനമായിട്ടെല്ലാം നടക്കുന്നത് മുത്തപ്പനെ മാത്രമാണ്. പിന്നെ അമ്പലത്തിൽ ഈ ഒരു വർഷത്തിൽ ഒരു ദിവസം കൂട്ടക്കളിയാട്ടം എന്ന പേരിൽ ഉപദൈവങ്ങളെ കെട്ടിയാടിക്കും. അത് പിന്നെ ഈ വിഷ്ണുമൂർത്തി ഉത്സവത്തോടനുബന്ധിച്ചില്ല. അത് ഈ മീനമാസം പിന്നെ ശങ്കരപുരത്തിൻ്റെ പ്രശ്നം വെച്ച് ഒരു ഡേറ്റ് കാണുക, ഒറ്റ ദിവസം ഇടുവരും. അത് കൂട്ടക്കളിയാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പം അന്ന് വയനാട്ടുകുലവൻ, വെള്ളർത്ത് ഭഗവതി, ധർമ്മദൈവം, കുടിവീരൻ, വിഷ്ണുമൂർത്തി, പൊട്ടൻ ദൈവം, ഇങ്ങനെ ഒരുപാട് തെയ്യങ്ങളെ അമ്പലത്തിനകത്ത് വെച്ച് തന്നെ കെട്ടിയാടിക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് മെയിനായിട്ടൊരു തെയ്യാണ് വയനാട്ടുകുലവൻ. നിങ്ങൾ അറിയാം, കേട്ടിട്ടുണ്ട്. ആ വയനാട്ടുകുലവൻ എൻ്റെ അച്ചാച്ചനെല്ലാം കെട്ടി വരുന്നതാണ്. അത് ഞാൻ കെട്ടാറുണ്ട്. പിന്നെ ധർമ്മദൈവം എന്ന് വെച്ചാൽ ഈ മരിച്ചുപോയ മടയന്മാരെ കെട്ടിയടക്കുന്ന ഇതാണ് ഈ ധർമ്മദൈവം. മടയനെ ആചാരപ്പെടാതെ അവരെ കാരണന്മാരെ കെട്ടിയടക്കുന്നതാണ് കുടിവീരൻ. 4 കുടിവീരൻ, 7 ധർമ്മദൈവം, പിന്നെ വെള്ളർത്ത് ഭഗവതി. എല്ലാ മടപ്പുകളിലും ഭഗവതിയുടെ സങ്കല്പമുണ്ട്. നിങ്ങളങ്ങോട്ടും മണത്തന പൂതി എന്ന് പറയും. പിന്നെ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് വെള്ളർത്ത് ഭഗവതി എന്ന് പറയും. അപ്പം അങ്ങനെ അതിൻ്റെ കോലൊക്കെ ശരിക്കും ഭഗവതി ലോപിച്ചിട്ടല്ലേ പോതിയായില്ലേ? അതെ, അങ്ങനെ പറയാം. പിന്നെ ഇവിടെ വയനാട്ടുകുലവൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് കനലൊക്കെ തെറിപ്പിക്കുന്ന രീതിയിലുള്ള? ആദ്യം വയനാട്ടുകുലം മുടിവെക്കുന്നിടക്ക് മേലിൽ അത് അമ്പലത്തിനകത്തല്ല, ആ പിന്നെ ഭക്ഷണം കൊടുക്കുന്ന ഇപ്പുറം അതിന് പ്രത്യേകിച്ചിട്ട് പിന്നെ ക്ഷേത്രമുണ്ട് വയനാട് വടക്ക്. പിന്നെ വയനാട്ടുകുലം ക്ഷേത്രമുണ്ട്, അവരുടെ നാട്ടിലെ ഇതാണ്. അപ്പം അങ്ങനെ അത്